ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SSC ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള 39,481 GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വമ്പൻ ചാൻസ് ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. കോൺസ്റ്റബിൾസ് ജനറൽ ഡ്യൂട്ടി ഇൻ വേരിയസ് ആംഡ് ഫോഴ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇനിഷ്യൽ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വരുന്നത് 5th September 2024. ലാസ്റ്റ് ഡേറ്റ് 14th October 2024. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ January or February 2025. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് CRPFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും ലഭിക്കുക. ആ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് സാലറി ആണ്. പേ ലെവൽ 1 സിപ്പോയി ഇൻ NCB പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബേസിക് പേ 18,000 ആണ്. ടോട്ടൽ ഗ്രോസ് 35,000 40,000 നിയർലി. ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റബിൾ പോസ്റ്റിനും ലെവൽ 3 ബേസിക് പേ 21,700, ടോട്ടൽ ഗ്രോസ് 45,000 റേഞ്ചിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കൻസി ഡീറ്റെയിൽസ് ആണ്. BSF മെയിൽ 2018 SC, ജനറൽ 5,563, ടോട്ടൽ 13,306 പോസ്റ്റ്. ഫീമെയിൽ കാറ്റഗറി ST 262, ജനറൽ കാൻഡിഡേറ്റ്സ് വരുന്നത് 986, ടോട്ടൽ 2,348, ഗ്രാൻഡ് ടോട്ടൽ 15,654. നെക്സ്റ്റ് വൺ CISF SC 959, EWS 644, ജനറൽ 2,720, ടോട്ടൽ 6,430. ഫീമെയിൽ കാറ്റഗറി OBC 156, ജനറൽ 308, ടോട്ടൽ 715, ഗ്രാൻഡ് ടോട്ടൽ 7,145. നെക്സ്റ്റ് വൺ CRPF ആണ്. SC 1,681, EWS 1,130, ജനറൽ 4,765, ടോട്ടൽ 11,299 പോസ്റ്റ് ഉണ്ട്. ഫീമെയിൽ കാറ്റഗറി കുറവാണ്, 34, 20, 53, 19, 116, ടോട്ടൽ 242, ഗ്രാൻഡ് ടോട്ടൽ 11,541. നെക്സ്റ്റ് വൺ SSB മെയിൽ കാറ്റഗറി SC 122, ST 79, OBC 187, EWS 82, ജനറൽ 349, ടോട്ടൽ 819 ഫോർ മെയിൽ കാറ്റഗറി. ഫീമെയിൽ 0 ആണ്. അപ്പോൾ ടോട്ടൽ പോസ്റ്റ് വരുന്നത് 819. നെക്സ്റ്റ് വൺ ITBP. അതിൽ SC 345, ST 326, OBC 504, EWS 1937, ടോട്ടൽ 2,564. നെക്സ്റ്റ് ഫീമെയിൽ 59, 90, 21, ടോട്ടൽ 453, ഗ്രാൻഡ് ടോട്ടൽ 3,017 പോസ്റ്റാണ്. നെക്സ്റ്റ് വൺ A124, ST 223, OBC 205, EWS 105, ജനറൽ 487, ടോട്ടൽ 1,148. ഫീമെയിൽ കാറ്റഗറി 921, ജനറൽ കാറ്റഗറി 48, ടോട്ടൽ 100 പോസ്റ്റ്, ഗ്രാൻഡ് ടോട്ടൽ 1,248 പോസ്റ്റ്. നെക്സ്റ്റ് വൺ SSF മെയിൽ SC 5, ST 3, OBC 9, EWS 4, ജനറൽ 14, ഗ്രാൻഡ് ടോട്ടൽ 35. അങ്ങനെ ടോട്ടൽ 35 പോസ്റ്റാണ്. നെക്സ്റ്റ് വൺ NCB ST 1, OBC 5, ജനറൽ 5, ടോട്ടൽ 11. ഫീമെയിൽ കാറ്റഗറി OBC 4, EWS 1, ജനറൽ 6, ടോട്ടൽ 11, ടോട്ടൽ 22. അടുത്തതായിട്ട് കാറ്റഗറി വൈസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ SC 5,254, ST 4,021, OBC 7,747, EWS 3,496, ജനറൽ 15,094, ടോട്ടൽ പോസ്റ്റ് ഫോർ മെൻ 35,612. ഫീമെയിൽ കാറ്റഗറി SC 564, ST 433, OBC 829, EWS 355, ടോട്ടൽ വിമൺ പോസ്റ്റ് 3,869 ആണ്. ഗ്രാൻഡ് ടോട്ടൽ പോസ്റ്റ് 39,481 ആണ്. അപ്പോൾ ആരും മിസ്സാക്കി കളയരുത്. ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 to 23 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. റിലാക്സേഷനും ഉണ്ട്. SC ST 5 years, OBC 3 years, എക്സ് സർവീസ്മെൻ 3 years. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. മസ്റ്റ് ഹാവ് പാസ്റ്റ് SSLC ആണ് ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തത്. ഓൺ ഓർ ബിഫോർ 1/1/2025. നെക്സ്റ്റ് ഇൻസെൻറ്റീവ്സ് ടു NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ്. NCC സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ്. NCC C സർട്ടിഫിക്കറ്റിന് 5%, NCC B സർട്ടിഫിക്കറ്റ് 3%, NCC A സർട്ടിഫിക്കറ്റ് 2% മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ്.
നെക്സ്റ്റ് വൺ ഹൗ ടു അപ്ലൈ ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷനായിട്ട്, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ഫീ 100 ആണ് കൊടുത്തിട്ടുള്ളത് ജനറൽ കാറ്റഗറിക്ക്. അതുപോലെ തന്നെ വിമൻ കാൻഡിഡേറ്റ്സ്, പേഴ്സൺ ബിലോങ്ങിങ് ടു ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ്, എക്സ് സർവീസ്മാൻ, ഈ പറഞ്ഞ കാറ്റഗറീസിന് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സെൻറ്റേഴ്സ് ഓഫ് ദ എക്സാമിനേഷൻ കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ലക്ഷദ്വീപിൽ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതല്ല, ഈ നോട്ടിഫിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടില്ല. സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ 80 ക്വസ്റ്റ്യൻ, 2 മാർക്ക് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ജനറൽ ഇൻ്റലിജൻസ് 20, ജനറൽ നോളജ് 20, എലമെൻ്ററി മാത്തമാറ്റിക്സ് 20, ഇംഗ്ലീഷ് ഓർ ഹിന്ദി 20. 80 ക്വസ്റ്റ്യൻ ഫോർ 160 മാർക്ക്, 60 മിനിറ്റ് ഡ്യൂറേഷൻ. നെക്സ്റ്റ് വൺ ഇൻഡിക്കേറ്റീവ് സിലബസ് ഫോർ എക്സാമിനേഷൻ ആസ് ഫോളോസ്. അപ്പോൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എക്സാമിനേഷൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവൻ്റ് ആയിട്ട് റേസാണ് കൊടുത്തിട്ടുള്ളത്. ഫോർ ദ കാൻഡിഡേറ്റ്സ് അതർ ദാൻ ലഡാക്ക് റീജിയൻ, ഫോർ ദ ലഡാക്ക് റീജിയൻ രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ്സ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. മെയിൽ 170 സെൻറ്റിമീറ്റർ, ഫീമെയിൽ 157 സെൻറ്റിമീറ്റർ. റിലാക്സേഷനും കൂടി ഉണ്ടാവും ഒരു കാറ്റഗറീസിന്. ഓരോ കാറ്റഗറീസിനുമുള്ള റിലാക്സേഷൻ ഇൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ചെസ്റ്റ് മെയിലിന് അൺഎക്സ്പാൻഡ് 80 സെൻറ്റിമീറ്റർ ആണ്. മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വരെ പോകണം. അപ്പോൾ അതിനും റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആ കോളമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓരോ കാൻഡിഡേറ്റ്സിനും റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഈ റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ ചെസ്റ്റ് മെഷർമെൻറ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി ടേക്കൺ. ഹവർ ഇറ്റ് വിൽ ബി അസർട്ടൈൻഡ് ദാറ്റ് ദ ചെസ്റ്റ് ഈസ് വെൽ ഡെവലപ്ഡ്. വെയ്റ്റിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആണ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് വിത്തൗട്ട് ആഡിങ് NCC സർട്ടിഫിക്കറ്റ് ജനറൽ കാറ്റഗറി 30%, OBC ഓർ EWS കാറ്റഗറി 25%, അതർ കാറ്റഗറീസിന് 20% മാർക്ക് മതിയാവും. അപ്പോൾ ഓരോ കാറ്റഗറീസിനും ഡിഫറൻ്റ് ആണ് കൊടുത്തിട്ടുള്ള മിനിമം ക്വാളിഫയിങ് മാർക്ക്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ കം പ്രിഫറൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ 9 ആംഡ് ഫോഴ്സിൽ നിന്നും ഓരോന്നും നമ്മുടെ ഇഷ്ടാനുസരണം അറേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി അപ്ലൈ ചെയ്ത് തരുന്നതാണ്. താങ്ക് യു. സബ്സ്ക്രൈബ്.